പലപ്പോഴും നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് ടിവിയിലൊക്കെ കാണുന്ന ഇലക്ട്രിക് വയലിൽ നിന്നും വരുന്ന അതിമനോഹരമായ ആ ഒരു സ്വീറ്റ് സൗണ്ട് കേട്ടിട്ടാണ് ഇലക്ട്രിക് വയലിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേ ശബ്ദം കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകുന്നത്. ഇലക്ട്രിക് വയലിനാണോ അക്കോസ്റ്റിക് വയലിനാണോ ഏറ്റവും നല്ലത്? പഠിച്ചു തുടങ്ങുന്നവർ ഏത് വയലിനാണ് വാങ്ങേണ്ടത്? വയലിൻ പഠിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും ആഗ്രഹമാണ് ഒരു ഇലക്ട്രിക് വയലിൻ വാങ്ങണമെന്നുള്ളത്. ഇത്തരത്തിൽ ഇലക്ട്രിക് വയലിൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വയലിൻ പഠിച്ചു തുടങ്ങുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. ഇലക്ട്രിക് വയലിനും അക്കോസ്റ്റിക് വയലിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് വയലിന്, എന്താണ് അക്കോസ്റ്റിക് വയലിന്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും വയലിൻ പഠിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് അക്കോസ്റ്റിക് വയലിനും ഇലക്ട്രിക് വയലിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. ഈ രണ്ട് വയലിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് സൗണ്ട് ആംപ്ലിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ വായിക്കുന്ന ശബ്ദം എങ്ങനെയാണ് ഈ വയലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തിരിച്ച് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ വയലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അക്കോസ്റ്റിക് വയലിൻ എന്ന് പറയുന്നത് പൊള്ളയായ ബോഡിയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഈ ബോഡി നമ്മൾ സൗണ്ട് ബോക്സ് എന്നാണ് പറയുന്നത്. ഈ വയലിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ കഴിയും. സ്ട്രിങ്സിൻ്റെ പ്രഷർ കൊണ്ടാണ് ഈ ബ്രിഡ്ജ് പ്ലേസ് ചെയ്ത് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രിങ്സിൽ ബോ വെച്ചിട്ട് പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ, സ്ട്രിങ്സിലുണ്ടാകുന്ന വൈബ്രേഷൻ ഈ ബ്രിഡ്ജ് വഴി വയലിൻ്റെ അകത്തോട്ട് പോവുകയും ബ്രിഡ്ജിന് ഓൾമോസ്റ്റ് താഴെയായിട്ടുള്ള സൗണ്ട് പോസ്റ്റ് വഴി ഈ വൈബ്രേഷൻ വയലിന് മൊത്തത്തിൽ, വയലിൻ്റെ ബോഡിയിൽ മൊത്തം സ്പ്രെഡ് ആവുകയും തിരിച്ച് എഫ് ഹോൾസ് വഴി ഈ ശബ്ദം പുറത്തോട്ട് വരികയും അങ്ങനെയാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നത്. ഇതാണ് നോർമലായിട്ടുള്ള അക്കോസ്റ്റിക് വയലിൽ സൗണ്ട് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഒരു ഇലക്ട്രിക് വയലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് ഇത്തരത്തിലുള്ള പൊള്ളയായിട്ടുള്ള ബോഡി ഇല്ല, അതായത് സൗണ്ട് ബോക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വയലിൻ്റെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ മൈക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിക്കപ്പ് മൈക്സ് എന്നാണ് നമ്മളവയെ നോർമലായിട്ട് പറയുന്നത്. അതേസമയം ഇലക്ട്രിക് വയലിനിൽ നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വൈബ്രേഷൻ, സ്ട്രിങ്സിലുണ്ടാകുന്ന വൈബ്രേഷൻ ബ്രിഡ്ജിൽ കണക്ട് ചെയ്തിട്ടുള്ള പിക്കപ്പ് മൈക്സ് വഴി അതിനെ ഇലക്ട്രിക് സിഗ്നലായിട്ട് മാറ്റുകയും ആ ശബ്ദം ആംപ്ലിഫയറിലോട്ട് പോവുകയും അവിടെ നിന്നുമാണ് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അക്കോസ്റ്റിക് വയലിന് ഒരു പൊള്ളയായിട്ടുള്ള ബോഡി ഉണ്ട്, അത് നമ്മൾ സൗണ്ട് ബോക്സ് എന്ന് പറയുന്നു. ഈ ബോഡി ഉള്ളത് കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ ഡിവൈസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാനായിട്ട് കഴിയും. അതേസമയം ഇലക്ട്രിക് വയലിന് സോളിഡ് ബോഡിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് സൗണ്ട് ബോക്സ് ഇല്ല. സ്ട്രിങ്സിലുണ്ടാകുന്ന വൈബ്രേഷൻ ബ്രിഡ്ജിൽ കണക്റ്റഡ് ആയിട്ടുള്ള പിക്കപ്പ് മൈക്സ് ക്യാപ്ചർ ചെയ്യുകയും അതിന് ഇലക്ട്രിക് സിഗ്നലായിട്ട് ആംപ്ലിഫയർ വഴി നമുക്ക് കേൾക്കുവാനും സാധിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വയലിൻ വായിക്കുമ്പോൾ നമ്മുടെ വായനയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് വയലിൻ്റെ വെയിറ്റ്. അപ്പോൾ രണ്ടാമത്തെ പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് വയലിനും തമ്മിലുള്ള വെയിറ്റിലാണ്. അതായത് അക്കോസ്റ്റിക് വയലിന് പൊള്ളയായിട്ടുള്ള ബോഡി ആയതുകൊണ്ട് തന്നെ അതിന് വെയിറ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതേസമയം ഇലക്ട്രിക് വയലിന് സോളിഡ് ബോഡി ആയതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് വയലിൻ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകണം. കാരണം കുറേ വർഷം അക്കോസ്റ്റിക് വയലിൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇലക്ട്രിക് വയലിലോട്ട് സ്വിച്ച് ആകുമ്പോഴത്തേക്കും ഈ വെയിറ്റിലുണ്ടാകുന്ന വേരിയേഷൻ നമ്മുടെ ഹോൾഡിങ്ങിനെയും പ്ലേയിങ്ങിനെയൊക്കെ സാരമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വയലിൻ്റെ ഈ വെയിറ്റ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓരോ മാനുഫാക്ചറും അവരുടെ ഡിസൈനിനനുസരിച്ചിട്ടായിരിക്കും ഈ വയലിന് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഇലക്ട്രിക് വയലിൻ്റെയും വെയിറ്റിലും വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള വയൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. മാർക്കറ്റിൽ പല പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അതിൽ ചില ഇലക്ട്രിക് വയലിനുകൾ വളരെ ഭാരം കൂടുതലാണ്. ഞാനിപ്പോൾ ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്ത് ഒന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് വയലിൻ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് ഇലക്ട്രിക് വയലിൻസ് ഹോൾഡ് ചെയ്തും പ്ലേ ചെയ്തൊക്കെ നോക്കുക. അങ്ങനെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വയലിൻ ചൂസ് ചെയ്യുക. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് വയലിൻ്റെയും ശബ്ദത്തിലാണ്. നമുക്കറിയാം അക്കോസ്റ്റിക് വയലിന് നാച്ചുറൽ ആയിട്ടുള്ള ശബ്ദമാണുള്ളത്, അതേസമയം ഇലക്ട്രിക് വയലിന് മെറ്റാലിക് സൗണ്ടാണ് ഉള്ളത്. ഈ ശബ്ദത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ഒരു ഫണ്ണി ഫാക്ട്സ് എന്ന് പറയുന്നത്
നിങ്ങളിപ്പോൾ ഏതൊരു വയലിനിസ്റ്റിനോട് ചോദിച്ചാലും എസ്പെഷ്യലി വില്ലേജിൽ താമസിക്കുന്ന ഒരു വയലിനിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അയൽപക്കക്കാരുടെ ഓരോ കമൻസും കേൾക്കാത്ത വയലിൻസ് വളരെ കുറവായിരിക്കും. നമുക്കറിയാലോ അക്കോസ്റ്റിക് വയലിന് നാച്ചുറലായിട്ട് തന്നെ വളരെ ലൗഡായിട്ടുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. വേറെ ഒരു എക്സ്ട്രാ ഡിവൈസുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അക്കോസ്റ്റിക് വയലിന് സാധിക്കും. അതേസമയം ഇലക്ട്രിക് വയലിന് വളരെ മൈൽഡായിട്ടുള്ള ശബ്ദമാണ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ബ്രാൻഡും അവർ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും വയലിന് വ്യത്യാസം വരുന്നത്. അപ്പോൾ എല്ലാ ഇലക്ട്രിക് വയലിൻസും സൈലൻറ്റ് വയലിനല്ല. ചില ഇലക്ട്രിക് വയലിൻ്റെ ശബ്ദം നമുക്ക് ഓഡിബിളാണ്. നമുക്ക് ട്യൂണിങ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതായത് ഹെഡ്ഫോണോ ബാറ്ററിയോ മറ്റു ഡിവൈസുകളൊന്നും കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് ശബ്ദം കേട്ടുകൊണ്ട് വായിക്കാൻ പറ്റുന്ന ഒരുപാട് ഇലക്ട്രിക് വയലിൻസ് അവൈലബിൾ ആണ്. അതേസമയം സൈലൻറ്റ് ഇലക്ട്രിക് വയലിൻസും ഉണ്ട്. അതായത് ഹെഡ്ഫോണിൻ്റെയോ അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെയോ സഹായത്തോടെ മാത്രം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വയലിൻസും ഉണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാക്ടീസ് മറ്റുള്ളവർക്കൊരു ശല്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ നോർമലായിട്ട് അക്കോസ്റ്റിക് വയലിൻ ഉപയോഗിക്കുന്നവർ ചെയ്യുന്നത് മ്യൂട്ട് എന്നുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്, വയലിൻ മ്യൂട്ട്. അത് ഉപയോഗിച്ചിട്ട് വയലിൻ പ്രാക്ടീസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. എങ്കിലും ഈ മ്യൂട്ടിന് ശബ്ദം റെഡ്യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ട് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് വയലിനാണ് ബെറ്റർ. അതായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, നമുക്ക് മാത്രം ശബ്ദം കേട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് വയലിന് സാധിക്കും എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇനി നമുക്ക് ഈ രണ്ട് വയലിൻസിൻ്റെയും സ്ട്രിങ്സിലോട്ട് വരാം. അക്കോസ്റ്റിക് വയലിനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ 4 സ്ട്രിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ 5 സ്ട്രിങ്സ് ഉള്ള അക്കോസ്റ്റിക് വയലിനും അവൈലബിൾ ആണ്. അതേസമയം ഇലക്ട്രിക് വയലിൽ 4 സ്ട്രിങ്സ്, 5 സ്ട്രിങ്സ്, 6 സ്ട്രിങ്സ്, ഈവൻ 7 സ്ട്രിങ്സ് വരെ വരുന്ന വയലിൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതായത് 5th സ്ട്രിങ് സി ആയിരിക്കും, 6th വൺ എഫ് ആയിരിക്കും, 7th വൺ ഡി ഫ്ലാറ്റും ആയിരിക്കും. ഇനി നമുക്ക് ഈ രണ്ട് വയലിൻ്റെയും ഡിസൈനിനെ പറ്റി സംസാരിക്കാം. അക്കോസ്റ്റിക് വയലിന് എപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്കാണുള്ളത്. അതിൽ എന്തായാലും മാറ്റം വരത്തില്ല. ഈ ട്രഡീഷണൽ ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ വയലിൻ്റെ നോർമൽ പാർട്സുകളെല്ലാം, അതായത് ബ്രിഡ്ജ്, ഫിംഗർ ബോർഡ്, സ്ട്രിങ്സ്, സ്ക്രോൾ, പെഗ്സ്, പെഗ് ബോക്സ്, വയലിൻ്റെ നോർമൽ ആയിട്ടുള്ള ബോഡി, ദെൻ സൗണ്ട് ബോക്സ്, ഈ പാർട്സുകളെല്ലാം ചേരുന്ന ട്രഡീഷണൽ ലുക്കുള്ള ക്ലാസിക്കൽ വയലിൻ. അതിൽ ഒരു മാറ്റവും വരത്തില്ല. അതേസമയം ഇലക്ട്രിക് വയലിൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ബ്രാൻഡും അവർ തയ്യാറാക്കുന്ന ഡിസൈനിനനുസരിച്ചിട്ടാണ് വയലിൻ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചില വയലിൻ നോക്കുവാണെങ്കിൽ അതിൽ സ്ക്രോൾ കാണത്തില്ല, ചില വയലിനാണെങ്കിൽ ഫൈൻ ട്യൂണേഴ്സ് കാണത്തില്ല. ഡെഫിനറ്റ്ലി ഇലക്ട്രിക് വയലിനുകളൊന്നും തന്നെ എഫ് ഹോൾസും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇലക്ട്രിക് വയലിൻ മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഇലക്ട്രിക് വയലിൻ്റെ ലുക്ക് എല്ലാ ബ്രാൻഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അതിൽ നമുക്ക് ഫിംഗർ ബോർഡ്, നെക്കും കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലക്ട്രിക് വയലിനെ കുറിച്ചും അക്കോസ്റ്റിക് വയലിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ഏറെക്കുറെ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് രണ്ട് വയലിൻ്റെയും സൗണ്ട് ആംപ്ലിഫിക്കേഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് വെയിറ്റിലുള്ള വ്യത്യാസമാണ്. മൂന്നാമത്തത് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം. നാലാമത്തത് ഈ രണ്ട് വയലിൻ്റെയും സ്ട്രിങ്സിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. പിന്നീട് പറഞ്ഞത് രണ്ട് വയലിൻ്റെയും ഡിസൈനിനെ പറ്റിയാണ്. ഇനി നമുക്ക് ഏത് വയലിനാണ് വാങ്ങേണ്ടതെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്, വയലിൻ പഠിച്ചു തുടങ്ങുന്ന ഒരു അക്കോസ്റ്റിക് വയലിൻ വാങ്ങുന്നതാണ് ബെറ്റർ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്? കാരണം നമ്മളിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇലക്ട്രിക് വയലിന് കമ്പയർ ചെയ്ത് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഡെഫിനറ്റ്ലി കുറച്ച് എക്സ്ട്രാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി അത് മേടിക്കുവാനും അതിനെ ഒന്ന് അതിൻ്റെ ആക്സസറീസ് എല്ലാം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രിക് വയലാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ തുടക്കത്തിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാകും, പക്ഷേ ഗ്രാജുവലി ഈ ഇൻട്രസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രിക് വയലിൽ അതിൻ്റെ കേബിളും ആംപ്ലിഫയറും ഇതിലെല്ലാം കണക്ട് ചെയ്തായിരിക്കും നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടിച്ചു തുടങ്ങും. അങ്ങനെ നമ്മുടെ പ്രാക്ടീസും മുടങ്ങും. ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അക്കോസ്റ്റിക് വയലിന് ശബ്ദം കൂടുതലാണ്. അത് മേ ബി മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകാം. എങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കേട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഒരാൾ വയലിൻ മേടിക്കുമ്പോൾ ഒരു അക്കോസ്റ്റിക് വയലാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം കേൾക്കുവാനും എന്തെങ്കിലുമൊക്കെ ഈവൻ മൈന്യൂട്ട് മിസ്റ്റേക്സുകളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുന്നത് തീർച്ചയായിട്ടും
അക്കോസ്റ്റിക് വയലിനാണ്. ഇലക്ട്രിക് വയലിൽ നമുക്ക് ഈ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സുകളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആംപ്ലിഫയറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തെറ്റ് വായിച്ച് പഠിക്കുന്നതിനേക്കാളും നല്ലത് അക്കോസ്റ്റിക് വയലിൽ നമ്മൾ കുറച്ച് തെറ്റുകളുള്ളത് നമുക്ക് കേട്ട് ഉടനെ തന്നെ വായിച്ച് കറക്റ്റ് ചെയ്ത് പഠിച്ച് പോകുന്നതാണ്. അപ്പോൾ അക്കോസ്റ്റിക് വയലിന് മേടിക്കാനായിട്ട് എല്ലാവരും പറയാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ കമ്പാരിറ്റീവ്ലി പ്രൈസ് വളരെ വളരെ കുറവാണ്. ഒരു അക്കോസ്റ്റിക് വയലിന് മേടിക്കുന്നതിൻ്റെ ഡബിൾ പൈസ കൊടുത്തോ അല്ലെങ്കിൽ അതിലധികമോ പേ ചെയ്താണ് ഒരു ഇലക്ട്രിക് വയൽ മേടിക്കുന്നത്. ഇലക്ട്രിക് വയൽ മാത്രം മേടിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ ആംപ്ലിഫയർ, അതിനെ കണക്ട് ചെയ്യേണ്ട കേബിൾസ്, അതുപോലെ തന്നെ സൗണ്ട് പ്രോസസ്സറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് വയൽ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇതിനൊരു കൺക്ലൂഷനിലെത്താം. ഏത് വയലിനാണ് നമുക്ക് വാങ്ങേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു അക്കോസ്റ്റിക് വയലിൻ ഉപയോഗിക്കുന്ന ആളാണ്, കുറേ വർഷമായിട്ട് അക്കോസ്റ്റിക് വയലിൻ ഉപയോഗിച്ച് വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇലക്ട്രിക് വയലിലോട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്? അതിനെപ്പറ്റി നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റ് ടി വിയിലൊക്കെ കാണുന്ന ഇലക്ട്രിക് വയലിൽ നിന്നും വരുന്ന അതിമനോഹരമായ ആ ഒരു സ്വീറ്റ് സൗണ്ട് കേട്ടിട്ടാണ് ഇലക്ട്രിക് വയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേ ശബ്ദം കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇലക്ട്രിക് വയൽ വാങ്ങി വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കേൾക്കുന്ന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്വീറ്റ് സൗണ്ട് കിട്ടാനേ പോകുന്നില്ല. കാരണം ഈ ഇലക്ട്രിക് വയലിനുകളെ സൗണ്ട് പ്രോസസ്സേഴ്സിൻ്റെ സഹായത്തോടെയാണ് പെഡൽസിൻ്റെ സഹായത്തോടെയാണ് ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ടോൺ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ കേൾക്കുന്ന സ്വീറ്റ് സൗണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് ഇലക്ട്രിക് വയലിൽ നിന്ന് വരുന്നതല്ല, അത് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ശബ്ദമാണ്. പെഡൽസോ അല്ലെങ്കിൽ മറ്റ് പ്രോസസ്സേഴ്സോ യൂസ് ചെയ്തിട്ട് വരുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഇലക്ട്രിക് വയൽ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്വീറ്റ് സൗണ്ട് കേൾക്കണമെന്ന് ഇല്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ക്വാളിറ്റിയുള്ള പിക്കപ്പ് മൈക്ക് മേടിക്കുവാണെങ്കിൽ ആ മൈക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അക്കോസ്റ്റിക് വയലിൻ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് വയലിൻ എങ്ങനെയാണോ സൗണ്ട് ചെയ്യുന്നത് അതേ രീതിയിൽ കേൾപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു പിക്കപ്പ് മൈക്കിൻ്റെയും പ്രോസസ്സറിൻ്റെയും സഹായത്തോടെ എങ്ങനെയാണോ ഇലക്ട്രിക് വയലിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് അതേ സ്വീറ്റ് സൗണ്ട് അക്കോസ്റ്റിക് വയലിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ യൂട്യൂബിൽ പല ആൾക്കാരും വായിക്കുന്ന സ്വീറ്റ് സൗണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് വയലിൽ നിന്ന് വരുന്ന ആ സ്വീറ്റ് സൗണ്ട് കേട്ടിട്ടാണ് നിങ്ങൾ ഇലക്ട്രിക് വയലിൻ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായിട്ട് ആ ഡിസിഷനിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. അതേസമയം നിങ്ങൾ വയലിനൊക്കെ കുറേ വർഷമായിട്ട് വായിക്കുന്നുണ്ട്, സ്റ്റേജിലൊക്കെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല സ്റ്റേജ് അപ്പിയറൻസ് ഒക്കെ വേണം, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ഇലക്ട്രിക് വയലിൻസ് അവൈലബിൾ ആണ്. ആ വയലിൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾ ശബ്ദത്തെ വച്ചിട്ടാണ് നിങ്ങൾ ഇലക്ട്രിക് വയലിൻ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് അക്കോസ്റ്റിക് വയലിനെയും ഇലക്ട്രിക് വയലിൻ്റെ അതേ രീതിയിൽ സൗണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് വയലിൻ വാങ്ങണമെന്നുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുക. പഠിച്ചു തുടങ്ങുന്നവർ അക്കോസ്റ്റിക് വയലിൻ തന്നെ വാങ്ങണമെന്ന് പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്, എങ്കിലും ഇറ്റ് ഡിപ്പെൻസ്. കാരണം നിങ്ങൾ ഏത് വയലിൻ ചൂസ് ചെയ്താലും ബേസിക്കലി രണ്ടും വയലിൻ തന്നെയാണ്. പ്രാക്ടീസ് ചെയ്യാതെ വായിക്കാനായിട്ട് സാധിക്കത്തില്ല. ബോ ഹോൾഡിംഗ് ആയാലും ബോയിങ് ആയാലും നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് വയലിൻ മേടിക്കുവാണെങ്കിലും അക്കോസ്റ്റിക് വയലിൻ മേടിക്കുവാണെങ്കിലും നന്നായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ട്യൂട്ടറിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും വയലിനിസ്റ്റിനോടോ ചോദിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ.